ഹലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മല്ലിക്കാപ്പി അല്ലെങ്കിൽ ഒരു ഇഞ്ചിക്കാപ്പി, കാപ്പിപ്പൊടി ചേർക്കാത്ത കാപ്പിയാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു 1.5 സ്പൂൺ മല്ലി, ഒരു 1/4 സ്പൂൺ ജീരകം, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ശർക്കര. ഇതെല്ലാം ചതച്ച് കൊണ്ടുവരണം. നമ്മൾ മല്ലിയും ജീരകവും കൂടി ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചതച്ചതും മല്ലി, ജീരകം ഇട്ട് കൊടുക്കും. ഇനി ഇത് 5 മിനിറ്റ് ചെറുതീയിൽ കിടന്ന് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ കാപ്പിക്കുള്ള എല്ലാം 5 മിനിറ്റേക്ക് തിളച്ചിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു ഗ്ലാസ്സിലേക്ക് അരിപ്പ കൊണ്ട് അരിച്ചൊഴിക്കുക. പാത്രത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ മല്ലിക്കാപ്പി അഥവാ ഇഞ്ചിക്കാപ്പി എന്നൊക്കെ പറയാം, പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു തരം കാപ്പിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാകുന്ന കാപ്പിപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കുന്ന കാപ്പിയാണ്. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്. ഇത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കി ഇത് കഴിക്കുന്നത് ശരീരത്തിനൊരു ഉന്മേഷമൊക്കെ കിട്ടും. ഇത് ശീലിക്കണം. നമ്മൾ ഈ ചായ കാപ്പി എന്ന് പറയുന്ന വികാരങ്ങൾ, അതൊരു വികാരത്തിനടിമപ്പെട്ട് കഴിക്കുന്നതാണ്. അത് കഴിച്ച് നമ്മൾ വിചാരത്തിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. അതിനാൽ വികാരം ഒഴിവാക്കി വിചാരത്തിലേക്ക് വരിക. ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കുറേശ്ശെ മറ്റതിൽ നിന്ന് ഒഴിവായി മറ്റേ ചായ കാപ്പിയൊക്കെ കുറേശ്ശെ ഒഴിവാക്കി കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഇതിലേക്ക് മാറി നമ്മളെ ശരീരത്തിനെ രക്ഷിക്കുക. നമ്മുടെ വികാരം ആണ് നമ്മൾ എല്ലാ ദുഃഖത്തിനും കാരണം. അതിനെ ശരീരത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുക ആ വിചാരത്തോടു കൂടി. എല്ലാവർക്കും നമസ്കാരം.